ഹായ്, ഞാനിപ്പോ ഉള്ളത് കൊണ്ടോട്ടിയിലാണ്. കൊണ്ടോട്ടിന്റെ കൂടെ ഉള്ളത് നമ്മുടെ കൊണ്ടോട്ടി പരിസര പ്രദേശത്തുള്ള അംഗൻവാടിയിലെ വർക്കർമാരാണുള്ളത്. നമ്മുടെ ആസിഫ് അലി പറഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ആരോഗ്യമുള്ള ഫുഡ് അല്ലെങ്കിൽ വിറ്റാമിനുള്ള ഫുഡ് കൊടുക്കേണ്ടത് ജയിലറകളിലല്ല അംഗൻവാടികളിൽ നിന്നാണ് എന്നുള്ളത്. അതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് നല്ല വിറ്റാമിനുള്ള ഫുഡ് കൊടുത്തു തുടങ്ങുകയാണ് നമ്മുടെയൊക്കെ അംഗൻവാടികൾ. നല്ലതിന് എന്നും നല്ലത് എന്ന് തന്നെ നമ്മൾ പറയണല്ലോ. വിമർശിക്കേണ്ടതിന് നമ്മൾ മുഖം നോക്കാതെ വിമർശിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവരോട് നമുക്ക് ചോദിച്ചറിയാം. ടീച്ചർ, എന്തൊക്കെയാണ് പുതിയ മെനുവിലുള്ള ഫുഡ്? പുതിയ മെനുവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് മധുരം, ഉപ്പ്, ഓയിൽ കുറച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിൽ എഗ് ബിരിയാണി ഉണ്ട്, വെജ് പുലാവ് ഉണ്ട്, കുഴക്കട്ട ഉണ്ട്, നമ്മൾ റൈത്ത അതിൽ സപ്പോർട്ടീവായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ അയണും കാൽസ്യം ഒക്കെ അടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ തയ്യാറാക്കിയത് എഗ് ബിരിയാണിയാണ്. അതുപോലെ തന്നെ കുഴക്കട്ട, കൂടെ റൈത്ത, ഈ ഒരു സാധനം കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കിയത്. ഈ പരിഷ്കരിച്ച ഫുഡ് മെനുവിന്റെ ട്രെയിനിങ്ങിലാണ് ഞങ്ങളുള്ളത്. നെടിയിരിപ്പ് അംഗൻവാടി വർക്കേഴ്സിന്റെ ട്രെയിനിങ് സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പളേ ഇതൊക്കെ കണ്ടിട്ട് വീണ്ടും അംഗൻവാടി കയറാൻ തോന്നുന്നുണ്ടോ? നമ്മളൊക്കെ പഠിച്ചിന കാലത്ത് എന്താ കിട്ടിയത്? ഒരു ഉപ്പുമാവ് കിട്ടിയാ കിട്ടി. അപ്പൊ ഇപ്പത്തെ മക്കളെല്ലാം കൊണ്ട് ഭാഗ്യവാന്മാരാ. ഇത് കണ്ടാണ്ട് ആരും അംഗൻവാടിക്ക് പാഞ്ഞു തരണ്ട, മക്കൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഫുഡ് ഉണ്ടാക്കുന്ന രീതിയും ഇതിന്റെ കാര്യങ്ങളാണ്. എന്ന് മുതലാണ് ഫുഡ് സ്റ്റാർട്ടാകാം? സെപ്റ്റംബർ 8 മുതൽ. അപ്പൊ സെപ്റ്റംബർ 8 മുതൽ ഇനി മുതൽ അംഗൻവാടിയിൽ നല്ല 5 സ്റ്റാർ ഫുഡ് കിട്ടും. അപ്പൊ നമ്മുടെ സർക്കാരിന് അഭിനന്ദനങ്ങൾ. എന്നൊരു ആയി പറഞ്ഞു അസിലിടിച്ചിങ്ങനെ പറഞ്ഞുകൂടി അങ്ങോട്ട്. നിങ്ങൾക്ക് ഇത്ര എനർജി ഉണ്ടെങ്കിൽ മക്കൾക്ക് തീരെ ഉണ്ടാവില്ലല്ലോ.